കാഫ്കയും വർത്തമാനകാല ഇന്ത്യയും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് മാസ്റ്റർ, അതുപോലെ തന്നെ സനൽ വി അവറുകൾ വളരെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹൃദയർക്കും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചർച്ചയിലേക്ക് നയിക്കാൻ ശ്രീ കൽപ്പറ്റ മാഷയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു എഡിറ്റേഴ്സ് ചോയ്സ് എന്നൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു ഡയറക്ടേഴ്സ് ചോയ്സ് ഉണ്ടെങ്കിൽ അത് സനൽ വി ആണ് ഇക്കുറി നമ്മുടെ ഫെസ്റ്റിവൽ. ഒരുപക്ഷെ നിങ്ങൾക്കത്ര സുപരിചിതനല്ല സനൽ വി എന്നതോടുകൂടിയാണ് നിർബന്ധവും അദ്ദേഹത്തെ ക്ഷണിച്ച് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. അസാധാരണമായ കാവ്യഭാവുകത്വമുള്ള ഒരു വിശേഷപ്പെട്ട ചിന്തകൻ ആണ് സനൽ വി എന്ന്. അദ്ദേഹം മലയാളത്തിൽ സുപരിചിതനായി തീരേണ്ടത് നമ്മുടെ ഭാവുകത്വത്തിൻ്റെ അനിവാര്യമായ ഒരു ആവശ്യം ആണ്. ഒരു ജോർജിയോ അഗംബനെയൊക്കെ പോലെ പോയറ്റിക് ആയിട്ടുള്ള ഒരു സെൻസിബിലിറ്റിയിൽ ഇരുന്നു കൊണ്ട് ആശയങ്ങൾ കൊണ്ട് പ്ലേ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് വാസ്തവത്തിൽ സനിൽ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളിലുള്ള ഒരു പ്രവണതയെ വേണമെങ്കിൽ നമുക്ക് കാഫ്കയ്ക്ക് എന്ന് പറയാം. അതിനെക്കുറിച്ചാണ് സനിൽ ഇന്നിവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ അതിനെ ക്ഷണിക്കും. സുഹൃത്തുക്കളെ, കൽപ്പറ്റയുടെ സ്നേഹവും ഊർജവും കൊണ്ട് മാത്രമാണ് ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും ഇടപെട്ടത്. അപ്പോൾ കാഫ്കയുടെ സമകാലീന ഇന്ത്യയിലുള്ള പ്രസക്തി എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഞാനിതിനെപ്പറ്റി ഒരു ലേഖനം എഴുതിയിരുന്നെങ്കിൽ എന്ത് ടൈറ്റിലായിരിക്കും കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നതിൻ്റെ ഒരു ടൈറ്റിലായിട്ട് എനിക്ക് ആലോചിക്കാൻ പറ്റിയത് കാഫ്കെ കൂടെവിടെ എന്നുള്ളതാണ്. കൂടെന്നുള്ളതാണ് കാഫ്കയുടെ ഒരു പ്രധാന സങ്കല്പവും നമ്മുടെ ഇന്ത്യൻ അവസ്ഥയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്ന്. നമ്മളിപ്പോൾ കാഫ്കയെ പറ്റി സംസാരിക്കാനുള്ള ഒരു കാരണം കാഫ്കയുടെ 100ാം ചരമവാർഷികമാണ് ഇത്. 1924 കാഫ്ക എന്ന് പറയുന്ന ചെക്ക് റൈറ്റർ മരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇത്തരം ആനിവേഴ്സറികൾ സെലിബ്രേറ്റ് ചെയ്യും. ഇതേ സമയം ഈ വർഷം മറ്റൊരു ചിന്തകൻ്റെ ജനനത്തിൻ്റെ 300ാം, ഒരു ജർമ്മൻ ചിന്തകൻ്റെ 300ാം ജന്മദിനമാണിത്. അത് ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന ചിന്തകൻ്റെയാണ്. അപ്പോൾ കോനിഗ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് ഇപ്പോൾ അത് കാലിൻഗ്രാഡ് എന്ന് പറഞ്ഞ റഷ്യയിലാണ് ആ സ്ഥലം. പക്ഷേ ആ സ്ഥലം അവിടുത്തെ മേയർ തീരുമാനിച്ചു ആ രാജ്യം കാണ്ടിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നില്ല. കാരണം കാണ്ടാണ് ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാരണം. കാണ്ട് മുന്നോട്ട് വെച്ച മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യ സ്വാതന്ത്ര്യം തുടങ്ങിയ അമേരിക്കൻ ആശയങ്ങളാണ് യുക്രൈൻ വാറിന് അടിസ്ഥാനം. അതുകൊണ്ട് ആ സ്ഥലം തീരുമാനിച്ചിരിക്കുകയാണ് കാണ്ടിൻ്റെ ജന്മത്തിന് 100ാം വർഷം അവർ സെലിബ്രേറ്റ് ചെയ്യില്ല. നമ്മൾ പക്ഷേ ഇവരെ എല്ലാവരെയും സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ പാശ്ചാത്യ ചിന്ത ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം കൂടിയായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മുടെ ചിന്തകരില്ലേ എന്ന്. പക്ഷെ അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഉദാഹരണത്തിന് സണ്ണി ഇതിനു മുമ്പ് സൗന്ദര്യശാസ്ത്രത്തെ പറ്റി പറഞ്ഞു. അഭിനവ ഗുപ്തൻ എന്ന് പറയുന്ന ചിന്തകൻ നമ്മളൊക്കെ വളരെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷേ 1926 ശ്രീ രവിശങ്കറിൻ്റെ നേതൃത്വത്തിൽ കാശ്മീരിലേക്ക് ഒരു അഭിനവ ഗുപ്തൻ സന്ദേശയാത്ര നടത്തി. ഹിന്ദുത്വ ശക്തികൾ കാശ്മീരിലെ ജനതയെ അവഹേളിക്കാൻ വേണ്ടി നടത്തിയ ഒരു യാത്രയാണ്. അതുപോലെ ഇന്ന് നിങ്ങൾ ശങ്കരാചാര്യർ വലിയൊരു തിങ്കറാണ്. നിങ്ങൾ ശ്രീനഗറിൽ പോകുമ്പോൾ കാണുന്നത് ദാൽ ലേക്കിന് ചുറ്റും നിൽക്കുന്ന പട്ടാളക്കാർ നമുക്ക് ശങ്കരാചാര്യ ഹില്ല് ചൂണ്ടിക്കാണിച്ചു തരും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ചിന്തകരാണെന്നുള്ളത് കൊണ്ട് അഭിനവഗുപ്തനെയോ ശങ്കരാചാര്യരെയോ പഴയതുപോലെ സമീപിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ
ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം ഒരു കഴിഞ്ഞ വർഷം ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ കുട്ടികൾ എന്നെ ഒരു ടോക്കിന് വിളിച്ചു. അപ്പോൾ അവരെനിക്ക് ഈ ടോക്കിൻ്റെ ഈ വിഷയം കൽപ്പറ്റ തന്നതാണ്. അന്നും കുട്ടികൾ എനിക്കൊരു ടോപ്പിക്ക് തന്നു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഹൈഡഗർ എന്ന് പറയുന്ന ജർമ്മൻ ചിന്തകൻ, നാത്സിയായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാന അമേരിക്കൻ ചിന്തകരിൽ ഒരാളാണ് ജോൺ സേൾ. അപ്പോൾ ഹൈഡഗർ നാത്സിയായിരുന്നു. ജോൺ സേളിനെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് കേസിൽ ബെർക്ക്ലി യൂണിവേഴ്സിറ്റി പുറത്താക്കി. ഇങ്ങനെയുള്ള ചിന്തകരെ നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു ചോദ്യം മുമ്പോട്ട് വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നൊരു സാധനം ക്യാൻസൽ കൾച്ചർ എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ക്യാൻസൽ ചെയ്യുക, നമ്മൾ വായിക്കില്ല. അപ്പോൾ കാഫ്കയുടെ ഏറ്റവും വലിയ സതി കാഫ്ക സ്വയം ക്യാൻസൽ ചെയ്ത ഒരു എഴുത്തുകാരനാണ്. കാരണം കാഫ്ക ഒരുവിധം വായനക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാഫ്ക മരിക്കാൻ നേരത്ത് പറഞ്ഞു, എൻ്റെ പുസ്തകങ്ങളെല്ലാം നശിപ്പിക്കണം എന്ന് പറഞ്ഞ് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന മാക്സ് ഫ്രോഡിന് കൊടുത്തു. പക്ഷേ മാക്സ് ഫ്രോഡ് അത് നശിപ്പിച്ചില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ അത് വായിക്കാൻ പറ്റുന്നത്. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു, എൻ്റെ പുസ്തകങ്ങളെല്ലാം എനിക്ക് ശേഷം ഒന്നും നിലനിൽക്കരുതെന്നുള്ളത്. ഇത് വളരെ കാരണം കേരളത്തിൽ ഇതുപോലൊരു ചിന്തകൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള നിസാർ അഹമ്മദ് തൻ്റെ പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹം അതിൽ പേര് വെച്ചില്ല. അത് പേര് വെക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വിധത്തിൽ ഇത് എനിക്കത് സ്വകാര്യ സ്വത്തുള്ള അവകാശമൊന്നുമില്ല ഇതിനകത്ത്, ഈ പുസ്തകം നിങ്ങളും വായനക്കാരും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ കാഫ്ക ചെയ്ത ഇതല്ല. കാഫ്ക ചെയ്തത് ഈ പുസ്തകങ്ങളെ കാരണം നിങ്ങൾക്ക് വേണ്ടി, വായനക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ തന്നു എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ എൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല. ഒരർത്ഥത്തിൽ സ്വയം ക്യാൻസൽ ചെയ്യുന്നതോടെ കാഫ്ക ചെയ്ത് വായനക്കാരെ തന്നെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ നമുക്ക് വളരെ ഫാഷനബിളാണ് ഡെത്ത് ഓഫ് ദി ഓഥർ എന്ന് പറയുന്നത്, അതായത് എഴുത്തുകാരന് പ്രാമുഖ്യമില്ല എന്നുള്ളത്. പക്ഷേ കാഫ്കയാണ് ആദ്യമായിട്ട് പറഞ്ഞ വായനക്കാരൻ്റെ പ്രാമുഖ്യത്തെ ചോദ്യം ചെയ്തു. അതുകൊണ്ട് നമ്മൾ കാഫ്കയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു രാവണൻകോട്ടയിൽ എത്തപ്പെട്ട ഫീലിംഗാണ്, അല്ലാതെ നമുക്ക് വ്യാഖ്യാനിച്ച് ആസ്വദിക്കാവുന്ന ഒരു ലോകമല്ല അത്. പക്ഷേ ഒരു രാവണൻകോട്ടയിൽപ്പെട്ട നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വേഗം എവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ അത് കാഫ്ക അനുവദിക്കില്ല. ഈ രക്ഷപ്പെടുന്ന മോമെൻറ്റിനെ എത്ര സമയമാക്കാൻ പറ്റുമോ, എത്ര സമയമെടുക്കാൻ പറ്റുമോ, എത്ര മടുപ്പിക്കാൻ പറ്റുമോ, അതിലൂടെ ഒരു സ്വാതന്ത്ര്യമാണ് കാഫ്ക നോക്കിയത്. അതായത് ഈ വിമോചനത്തിലേക്ക് ചാടുന്ന ഒരു മനുഷ്യനല്ല, വിമോചനത്തിൻ്റെ സാധ്യതയെ പതുക്കെ 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 പതുക്കെയാക്കുന്ന ഒരു സ്വാതന്ത്ര്യ സങ്കല്പം. നമ്മൾ ഈ കാഫ്കയെ പറ്റി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള വായനകളുണ്ട്. ഒരു വായന എന്ന് പറയുന്നത് കാഫ്കയുടെ കൃതികൾ ബ്യൂറോക്രസിയെ പറ്റിയും ഭരണകൂടത്തെ പറ്റിയാണ്. അത് നമുക്ക് ഇന്ത്യയിൽ വളരെ പ്രസക്തമായിട്ടൊരു സാധനം, വളരെ യാതൊരു തരത്തിലും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു അധികാരത്തിൻ്റെ രൂപമായി, അടഞ്ഞ അധികാരത്തിൻ്റെ രൂപമായി ഭരണകൂടവും ബ്യൂറോക്രസിയും മാറുകയും അതിനകത്ത് ഗതിയില്ലാതെ അലഞ്ഞു കിടക്കുന്ന മനുഷ്യരായി നമ്മളെ കാണുക. നമുക്ക് കാഫ്കയെ അങ്ങനെ കാണാം. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ കാഫ്കയെ ആവിഷ്കരിക്കുന്നു. മറ്റൊരു തരത്തിൽ കാഫ്കയെ കാണാൻ പറ്റുന്നത് വ്യക്തിപരമായിട്ടാണ്. കാരണം കാഫ്ക വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളായിരുന്നു. അച്ഛനുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു രോഗിയായിരുന്നു, പിന്നെ ഒരു ജൂതനായിരുന്നു. ഇങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ കൂടെ നമുക്ക് കാഫ്കയെ കാണാൻ പറ്റും. വേറൊന്ന് ദൈവശാസ്ത്രപരമായ, കാരണം കാഫ്ക ഒരു ജൂതനായിരുന്നു. ജൂതന്മാർക്ക് നിയമവുമായി ഉണ്ടായിരുന്ന ഒരു പ്രത്യേക പ്രശ്നം. കാരണം ജൂതന്മാരെല്ലാ രാജ്യങ്ങളിലും അതാത് രാജ്യങ്ങളിലെ നിയമങ്ങൾ അനുസരിക്കുന്നത് പോലെ ജീവിക്കുകയും എന്നാൽ അതേസമയം അവർ യഹൂദ ദൈവത്തിൻ്റെ നിയമങ്ങളെ മാത്രം അംഗീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഒരേ സമയം അഭയാർത്ഥിയാണ്, ഒരേ സമയം നിഷ്കാസിതനാണ്, ഒരേ സമയം എല്ലാ സമൂഹങ്ങളിലും നമ്മൾ മലയാളത്തിൽ പറയുന്നത് വരത്തനുമാണ്, വന്നു കയറി താമസിക്കുന്ന ആളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജൂതൻ്റെ ദൈവശാസ്ത്രപരമായ പ്രശ്നങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കാഫ്ക വായനയും വളരെ രസകരമാണ്. കാരണം ആധുനികതയുടെ ഭാഗമായിട്ടാണ് കാഫ്ക കേരളത്തിലെത്തുന്നത്.
അതോടൊപ്പം തന്നെ അസ്തിത്വവാദത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ പാശ്ചാത്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ആധുനികതയും അസ്തിത്വവാദവും പരസ്പരം പോരടിച്ച് നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഇത് രണ്ടുപേരും ആധുനികത അസ്തിത്വവാദമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. അത് കേരളത്തിൽ വളരെ രസമാണ്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ചിന്തയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സങ്കല്പം പ്രതിബദ്ധത എന്നുള്ളതാണ്, കമ്മിറ്റ്മെൻറ്റ്. മറിച്ച് ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്ത് ആശയവാദപരമായ അസ്തിത്വവാദ ചിന്തയുടെ ഇതാണ്. മാർക്സിസ്റ്റുകൾ പ്രതിബദ്ധതയെ ഉപേക്ഷിച്ച ആൾക്കാരാണ്. അഡോർനെ ഒരാൾ ജാർഗൺ ഓഫ് ഓതൻറ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. പക്ഷേ കേരളത്തിൽ ഇതൊക്കെ കുഴഞ്ഞു മറിഞ്ഞാൽ അത് ഒരു മോശമൊന്നുമല്ല. കാരണം നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുന്ന ഒന്നാണത്. അപ്പോൾ കാഫ്കയുടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാഫ്കയെ പറ്റിയുള്ള ഒരു ധാരണ, കാഫ്കയുടെ ഞാൻ പറഞ്ഞല്ലോ ഈ ബ്യൂറോക്രസിയും ഭരണകൂടം ആകെ നിരാശാജനകമായ ആൾക്കാർ, ഈ അധികാരത്തിൻ്റെ കെണികളിൽ പെട്ടുകെട്ടുന്ന ഒരാൾ, അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നു. അങ്ങനെ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ട്രയലും കാസലും ഒക്കെ. അതിനുശേഷം അദ്ദേഹം പ്രസാദാത്മകമായ ഒരു പുസ്തകം എഴുതി, അതാണ് അമേരിക്ക. പക്ഷേ ഇത് വളരെ തെറ്റായ ഒരു ധാരണയായിരുന്നു. കാരണം ശരിക്കും അമേരിക്കയാണ് അദ്ദേഹം ആദ്യം എഴുതിയ പുസ്തകം. അത് പബ്ലിഷ് ചെയ്യാൻ കുറച്ച് ഈ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ ഒരു പ്രശ്നം ഇതാണ്. കാരണം നമുക്ക് കിട്ടുന്നത് വെച്ച് നമ്മൾ സിദ്ധാന്തം ഉണ്ടാക്കും. പക്ഷേ 1914 തന്നെ എഴുതിയ പുസ്തകമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ കാഫ്ക വായിക്കാനുള്ള ചില പ്രശ്നങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട് എന്ന് പറയുന്നൊരു സങ്കല്പം നമ്മൾ കാഫ്കയിൽ നമുക്ക് ഇന്നത്തെ ചിലപ്പോൾ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഈ കൂടെന്ന് പറയുന്ന സാധനം നമുക്ക് പലതരത്തിൽ ആലോചിക്കാം. ഒന്ന്, കൂടെന്ന് പറയുന്നത് ഒരു വീടാണ്, ഒരു പക്ഷിയുടെ വീടാണ് കൂട്. രണ്ട്, കൂടെന്ന് പറയുന്നത് ഒരു തടവാണ്. കാരണം മൃഗങ്ങൾ, പക്ഷികളെ നമ്മൾ കൂട്ടിലിട്ട് മെരുക്കി വളർത്തുന്നു. അതുപോലെ തന്നെ കൂടെന്ന് പറയുന്നത് ഒരു നാടകശാലയാണ്, നമ്മൾ കൂട്ടിലിട്ട് പ്രദർശിപ്പിക്കും. അപ്പോൾ ഈ 3 സാധ്യതകളാണ് എൻ്റെ അഭിപ്രായത്തിൽ കാഫ്ക. നമ്മുടെ നാട്ടിലെ തന്നെ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും സംഗതി പാരതന്ത്ര്യം, കൂട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു സാധ്യത. പക്ഷെ കാഫ്ക എപ്പോഴും അന്വേഷിച്ചത് കൂട്ടിൽ കിടക്കുന്ന ഒരു പക്ഷിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൂട് പൊട്ടിക്കലല്ല. കൂട് പൊട്ടിക്കലല്ലാത്ത, കാരണം കൂടിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം അത് കക്ഷിയെ പൊട്ടിക്കുന്ന ഒരു ശ്രമത്തിലേക്ക് ജീവിതകാലം മുഴുവൻ പിടിച്ചിടുക എന്നുള്ളതാണ്. അങ്ങനെ അല്ലാതെ ഒരു കൂട്ടിനകത്ത് നമുക്ക് സ്വാതന്ത്ര്യം പറ്റും. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു സമകാലിക സിദ്ധാന്തം നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാരണം. ഇത് ശബ്ദങ്ങളിൽ ബഷീർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. തടവറയെന്ന് മോചിപ്പിക്കുന്ന സമയത്ത് എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് കാഫ്കയുടെ ഈ റിപ്പോർട്ട് ടു അക്കാഡമി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതൊരു കുരങ്ങൻ്റെ കഥയാണ്. ഒരു കുരങ്ങനെ ആൾക്കാർ പിടിച്ച് കപ്പലിൽ യൂറോപ്പിലേക്ക് കൊണ്ടുവരുന്നു. അവസാനം കുരങ്ങനെ അവിടെ വേറെ ഒരു സർക്കസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ കുരങ്ങൻ നമുക്ക് മനുഷ്യൻ്റെ അക്കാഡമിക്ക് നൽകുന്ന ഒരു വിവരണമാണ് ഈ പുസ്തകം, ഈ കഥ. അപ്പോൾ ഈ കുരങ്ങനെ വാസ്തവത്തിൽ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു കൂട് പൊട്ടിച്ച് പുറത്തു കിടക്കാൻ. പക്ഷേ കുരങ്ങൻ കൂട് പൊട്ടിച്ച് പുറത്ത് ചാടുന്നില്ല. കാരണം ഒരു കുരങ്ങനറിയാം കുരങ്ങൻ്റെ മോചനം എന്ന് പറയുന്നത് മനുഷ്യനാകുന്നതിലൂടെയാണെന്നുള്ളത്. പക്ഷേ കൂട് പൊട്ടിച്ച് ചാടുക എന്ന് പറയുന്നത് മനുഷ്യനിലെ കുരങ്ങത്തരമാണ്. അപ്പോൾ കൂട് പൊട്ടിച്ച് ചാടിയാൽ ഞാൻ മനുഷ്യനിലെ കുരങ്ങനെ തന്നെയാണ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുരങ്ങനായിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് മനുഷ്യനിലെ കുരങ്ങിലല്ലാത്ത ഒരു സാധ്യത മനുഷ്യനിലൂടെ ഞാൻ എങ്ങനെ ആലോചിക്കാം? ഇതായിരുന്നു കാഫ്കയുടെ പ്രശ്നം. കാരണം കാഫ്ക ഈ കുരങ്ങൻ ആലോചിക്കുന്നുണ്ട്, എന്താണ് കൂട്ടിൽ കിടക്കുന്ന ഒരു കുരങ്ങൻ്റെ സ്വാതന്ത്ര്യം? കാട്ടിൽ മരച്ചില്ലകളിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഊഞ്ഞാലാടുകയാണോ? ഉടനെ ഈ കുരങ്ങൻ കാണുന്നത് മനുഷ്യൻ്റെ സർക്കസിലെ ട്രപ്പീസിലെ കളിക്കാരെയാണ്. ഉടനെ ഈ ട്രപ്പീസിലെ കളിക്കാർ അവരുടെ ചലനങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നത് കൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ കുരങ്ങൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കൂട് പൊട്ടിച്ചാൽ എന്നെ വേറൊരു കൂട്ടിലിടും. അതുകൊണ്ട് കൂട് പൊട്ടിക്കാത്ത തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ഒരു സിനിമയിലൊരു പാട്ടുണ്ടല്ലോ, വ്യത്യസ്തനാം ബാലൻ. അതാ ഓർമ്മ വന്നത്. കാരണം വ്യത്യസ്തനായ ഒരു കുരങ്ങനാവുക എന്നുള്ളതാണ് ഈ കുരങ്ങൻ്റെ
പ്രശ്നം. ഇത് നിങ്ങൾ സിനിമ കാണുന്നവർക്കറിയാം, ഈ സ്പീൽബർഗിൻ്റെ AI എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിലൊരു റോബോട്ടുണ്ട്. ഈ റോബോട്ടുകൾ ഒരിക്കലും മരിക്കില്ല. അതുകൊണ്ട് കുറേ കാലം കഴിയുമ്പോൾ മനുഷ്യവംശം മുഴുവൻ നശിച്ചു പോകും. അവ മനുഷ്യൻ്റെ ഓർമ്മ അവസാനമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു റോബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു സാധ്യതയാണ്. നമ്മളിവിടുന്ന് പോവുകയും നമ്മൾ ഇവിടെ നിർവഹിക്കാനാകാത്ത ഒരു സാധ്യത കുരങ്ങും റോബോട്ടുകളും ഒക്കെ നിർവഹിക്കുകയും ചെയ്യും എന്നുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. ഇതുപോലെ കാഫ്കയുടെ പല ഇതുകളിൽ ഇതുപോലെ മൃഗങ്ങളുണ്ട്. മൃഗങ്ങളും മനുഷ്യനുമല്ലാത്ത സാധനങ്ങൾ ഇതൊക്കെയുണ്ട്. ഇതിൽ കൂടിയാണ് വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള സാരോപദേശ കഥകൾ. ഇത് നമുക്ക് ഇന്ത്യൻ പാരമ്പര്യത്തിൽ നമുക്ക് പരിചയമുള്ളവരാണ്. കാരണം ഇന്ത്യക്കാർ വാസ്തവത്തിൽ എത്തിക്സിനെ പറ്റി പറയുമ്പോൾ ഹിതോപദേശമായാലും പഞ്ചതന്ത്രമായാലും നമ്മൾ മൃഗങ്ങളെ പറ്റിയേ പറയും. മൃഗങ്ങളുടെ കഥയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ആവണം എന്ന് ആലോചിക്കുമ്പോൾ മൃഗങ്ങളുടെ കഥയാണ് നമ്മൾ പറയുന്നത്. മറിച്ച് മനുഷ്യരുടെ കഥകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം മഹാഭാരതത്തിൽ നിന്നൊന്നും നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു കഥ കൂടെ, അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്, പുതിയ വക്കീൽ എന്ന് പറഞ്ഞു. ഈ പുതിയ വക്കീൽ എന്ന് പറയുന്ന കഥ ഒരു കോടതിയിലെത്തുന്ന പുതിയൊരു വക്കീലിനെ പറ്റിയാണ്. ഈ വക്കീലിൻ്റെ പേര് ബുസോഫലസ് എന്നാണ്. ബുസോഫലസ് എന്ന് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിരയായിരുന്നു. അതായത് അധികാര പ്രയോഗത്തോടെ ഇന്ത്യയുടെ പടിവാതിൽ, ഇന്ത്യ എന്നുള്ളൊരു പ്രയോഗം വരുന്ന ഒരു കഥയാണ്. ഇന്ത്യയുടെ പടിവാതിൽ വരെ ജൈത്രയാത്ര ചെയ്ത ഒരു കുതിരയായിരുന്നു ബുസോഫലസ്. പക്ഷേ ഇപ്പം അധികാരം മാറുന്നു. ഇപ്പം യുദ്ധം എന്ന് പറയുന്നത് ആൾക്കാർ പരസ്പരം കൊല്ലുന്ന ഒരു പ്രതിഭാസമായി മാറുന്നു. ആ തരത്തിലുള്ള ചക്രവർത്തിയുടെ അധികാരം ക്ഷയിക്കുമ്പോൾ ബുസോഫലസ് ഒരു വക്കീലായി വരികയാണ്. പക്ഷേ ഈ ബുസോഫലസ് എന്ന് പറഞ്ഞ വക്കീലിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം കോടതിയിൽ പോയി വാദിക്കില്ല. അദ്ദേഹം കോടതിയുടെ ലൈബ്രറിയിലിരുന്ന് നിയമപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മളെപ്പോഴും പഠിക്കുന്ന പ്രവർത്തിക്കാനാണെന്ന്. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ നിയമത്തിൻ്റെ അകത്ത് കയറാതെ വെളിയിൽ കിടന്ന് ആ നിയമത്തിൻ്റെ വാതിൽ അടപ്പിക്കുകയാണ്. ആ നിയമത്തിൻ്റെ വാതിൽ അടച്ചു. പക്ഷെ അത് കയറുകൊണ്ടോ സമരം ചെയ്തുകൊണ്ടോ അല്ല അയാളത് ചെയ്യുന്നത്. ഈ സാധനം മലയാള സാഹിത്യത്തിൽ ഇതിനു മുമ്പ് നിരീക്ഷിക്കുന്ന ഒരാൾ ആനന്ദാണ്. കോടതികളുടെ മുൻപിൽ കെട്ടിക്കിടന്ന മനുഷ്യരെ പറ്റി നമ്മളെപ്പോഴും അത് കാണുന്ന. ഇവിടുത്തെ കോടതികൾ കുറച്ചുകൂടെ നന്നാവണം, കുറച്ചുകൂടെ നിയമവാഴ്ച ഉണ്ടാകണം, കമ്പ്യൂട്ടറൈസ് ചെയ്താൽ കൂടുതൽ കേസുകൾക്ക് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ആനന്ദ് കണ്ട ഒരു സാധനം, ഈ കോടതി വരാന്തിയിൽ കെട്ടിക്കിടക്കുന്ന മനുഷ്യന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അവൻ നിയമമായിട്ട് എന്തോ ഒരു കളി കളിക്കുന്നുണ്ട്. ഈ കോടതി വരാന്തയിൽ കെട്ടിക്കിടന്നിട്ട് അകത്ത് കയറാതെ അവൻ കിടക്കുന്ന ഒരു കളിയുണ്ട്. ഇത് കാഫ്കയുടെ പല കഥകളിൽ, ഇപ്പൊ ട്രയല് പോലെയുള്ള കഥകളിൽ ഒരാളുടെ പേര് ഒരു കുറ്റാരോപണം ഉണ്ടാകുന്നു. പക്ഷെ അയാൾക്കറിയില്ല അത് എന്ത് കുറ്റമാണ്. ന്യായാധിപൻ അറിയില്ല അത് എന്ത് കുറ്റമാണെന്ന്. മറിച്ച് പോലീസുകാർക്ക് അറിയില്ല അത് എന്ത് കുറ്റമാണ്. ആകെപ്പാടെ കാഫ്ക കാണുന്നത് കുറ്റബോധമാണ്. കുറ്റം എന്തെന്നറിയാത്ത ഒരു കുറ്റബോധം. പക്ഷെ ആ കുറ്റബോധത്തിലാണ് നിയമം വന്ന് സഹജമായി ഒട്ടുന്നത്. ഈ കുറ്റബോധവും നിയമവും തമ്മിലുള്ള സഹജമായി ഒട്ടലിനെ മാറ്റി അതിനെ നിർത്തിവെക്കുക എന്നുള്ളതായിരുന്നു കാഫ്കയുടെ പ്രധാനം. ഇത് നമ്മുടെ സമകാലീന അവസ്ഥയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ട്രൊമാറ്റിക് ആയിട്ട് കണ്ടത് അലനും താഹയും അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്താണ്. കാരണം അലനും യാദയും ഭീകര പ്രവർത്തനവും മാവോയിസ്റ്റ് ബന്ധവും ഒക്കെ ചെയ്തിട്ടാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ നമുക്കറിയാം ഒന്നിനും ഒരു തെളിവില്ല. നമ്മുടെ ഒരു ഭരണാധികാരി പറഞ്ഞു അവർ ചായയും പരിപ്പുവടയും കഴിക്കുകയല്ലായിരുന്നു. പിന്നെ അവർ എന്ത് ചെയ്യായിരുന്നു? അവർ മാവോയിസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നത് അവർ മാവോയിസ്റ്റ് അല്ല എന്നതിന് ഒരു തെളിവില്ലാത്തത് കൊണ്ടാണ്. ഇത് 2008 ഫ്രാൻസിൽ ഒരു വലിയ കലാപ ശ്രമം നടന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ ഈ ട്രെയിനുകൾ അട്ടിമറിക്കാനൊരു ശ്രമം നടന്നു എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞ ഈ ഓർഗനൈസേഷനെ പോലീസ് പരിശോധിച്ച് വെച്ചപ്പോൾ ആകെ അവർക്ക് കിട്ടിയത് പാരീസിലെ ട്രെയിൻ ടൈം ടേബിൾ മാത്രമാണ്. അപ്പൊ ഈ കാര്യം ഇവിടെ നടക്കുന്നത് കുറ്റം എന്താണെന്നോ നിയമത്തിന്റെ ഉള്ളടക്കം എന്താണെന്നോ അറിയാതെ തന്നെ നിയമത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇത് പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് പണ്ടൊരു TV സീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അക്രമ സംഭവങ്ങളെ പ്രിഡിക്റ്റ് ചെയ്യും. പക്ഷെ ആരാണ് വാദിയെന്നോ ആരാണ് പ്രതിയെന്നോ പറയത്തില്ല.
ഇവിടെ ഒരു അക്രമ സംഭവം നടക്കുമെന്ന് മാത്രം കണ്ടു. അപ്പോൾ പോലീസുകാർ പോയി നോക്കുക. കാരണം അവിടെ ഉള്ളതിൽ ആര് പ്രതിയാകും ആര് വാദിയാകും എന്നുള്ള അവസാന നിമിഷമേ അറിയത്തുള്ളൂ. അപ്പോൾ ഒരു സീനിൽ പോലീസുകാരൻ ക്ഷമ കെട്ടുപോയി തോക്ക് വെച്ചിട്ട് പറയും ആരെങ്കിലും വെടിവെച്ച് കൊല്ലും, ഇവിടെ എന്തെങ്കിലും നടക്കട്ടെ എന്ന്. അപ്പൊ ഇതാണ് നിയമത്തിന്റെ ഇതുപോലെ തന്നെ. അപ്പൊ ഇത് കാണിക്കുന്നതെന്ന് പറയുന്ന അധികാരം, സമകാലീന അധികാരം എന്ന് പറയുന്നത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയോ വ്യക്തിയോ കൈയടക്കിയിരിക്കുന്ന ഒരു സാധനമല്ല അധികാരം. അധികാരം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയല്ല. അധികാരം എന്ന് പറയുന്ന ഒരു താല്പര്യമല്ല, ആരുടെയും താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു സാധനമല്ല. അധികാരം എന്ന് പറയുന്ന ഒരു യന്ത്രമല്ല. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അംബേദ്കറാണ്. അംബേദ്കർ 19-ാം വയസ്സിൽ എഴുതിയ കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അംബേദ്കർ നോക്കുന്നുണ്ട് എന്താണ് ജാതി വ്യവസ്ഥ. ജാതി ഒരു വ്യവസ്ഥയല്ല, ജാതി ഒരു സിസ്റ്റമല്ല, ജാതി ഇവിടെ ബ്രാഹ്മണന്മാർ ആലോചിച്ചുറച്ച് നടക്കുന്ന ഒരു സാധനമല്ല. ഒരു എക്സോമസ് സൊസൈറ്റി ആകുമ്പോൾ ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ച തന്ത്രങ്ങൾ കൈവിട്ടുപോയതാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സണ്ണി പറഞ്ഞതുപോലെ ദളിത് പ്രശ്നം എന്ന് പറയുന്നത് ദളിതന്മാരുടെ പ്രശ്നമല്ല, ഇന്ത്യൻ സൊസൈറ്റിയിലെ കൈവിട്ടുപോയ ചില തന്ത്രങ്ങളുടെ ഇതാണ്. നമ്മളെല്ലാം അതിനകത്ത് പെട്ടുകിടക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു ഇൻസൈറ്റ് കാഫ്കയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കാസലിൽ ഒരു ലാൻഡ് സർവേയർ ആയിട്ട് ചെല്ലുന്ന കെയോട് കാസിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്കിവിടെ നിങ്ങളെ ലാൻഡ് സർവേയർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇട്ടാ വന്നിരിക്കുന്നത്, പക്ഷെ ഞങ്ങൾക്ക് ലാൻഡ് സർവേയറെ ആവശ്യമില്ല, ഞങ്ങളിവിടെ പിടിച്ചു നിർത്തുന്നില്ല, നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുന്നുമില്ല. അപ്പൊ ഇതുപോലുള്ള ഒരു ഇതിലാണ് അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യരെ പറ്റി വാസ്തവത്തിൽ ഈ കാഫ്കയെ വളരെ സ്നേഹിച്ച ഒരു മാർക്സിസ്റ്റ് നിരൂപനുണ്ടായിരുന്നു ബെന്യാമിൻ ഒരിക്കൽ പറഞ്ഞു, ഈ കാഫ്കയുടെ മനുഷ്യർ, ഈ കുരങ്ങനും മനുഷ്യനും ഇടയിലൊക്കെ പെട്ടുകിടക്കുന്ന മനുഷ്യർ വാസ്തവത്തിൽ ഗന്ധർവന്മാരെ, ഇന്ത്യയിലെ ഗന്ധർവന്മാരാണ് പറഞ്ഞത്. കാരണം ഗന്ധർവന്മാർ ഇങ്ങനെ അപൂർണ വ്യക്തിത്വങ്ങളാണ്. അവരെപ്പോഴും മനുഷ്യനും ദൈവത്തിനും ഇടയ്ക്ക് പെട്ടുകിടക്കും. അവർ ശാപം കിട്ടി എന്തെങ്കിലും ആകും, വേറെന്തെങ്കിലും ആയിക്കൊണ്ടിരിക്കും. അപ്പം അല്ലെങ്കിൽ അവിടുത്തെ മാലാഖമാരാണ്. എത്ര മിനിറ്റോടെ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കൂടെ എന്നുള്ള ഇതിനകത്ത് വീടും തടവും. മൂന്നാമത്തുള്ള ഒന്ന് പ്രദർശനശാല എന്നുള്ളതാണ്. ഇതും കാഫയ്ക്ക് വളരെ, കാരണം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഗ്രീസ് മൂലമുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ എല്ലാവരും കൂടി ഒരുമയോടുകൂടി പരസ്യമായി പ്രദർശിപ്പിക്കുന്നതാണ് രാഷ്ട്രീയം. അപ്പൊ ഇതിനകത്തെല്ലാം ഉണ്ട്. ഈ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പക്ഷികളും കുരങ്ങന്മാരും ഒക്കെ ഒരു കൂടിൽ സ്വയം പ്രദർശിപ്പിക്കുന്ന ഒരു സാധനം കാഫ്ക എപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ കാഫ്കയുടെ അമേരിക്ക എന്ന് പറയുന്ന നോവലിൽ ഒരു ജർമ്മൻകാരൻ കാൾ അമേരിക്ക പോകുന്നു. അവസാനം അയാൾക്ക് ജോലിയൊന്നും തരവാകാതെ അവസാനം അയാൾക്ക് യോക്കഹാമ തിയേറ്റർ എന്ന് പറയുന്ന ഒരിടത്ത് ജോലിക്ക് വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ പോകുന്ന സമയത്ത് അവിടെ യോക്കഹാമ തിയേറ്റർ ഈ തിയേറ്ററിൽ എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പൊ ഇയാൾക്കൊരു നടനാവണമെന്നാണ് ആഗ്രഹം. പക്ഷെ അയാൾ അവിടെ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് കിട്ടുകയാണ്. അപ്പൊ അയാൾക്ക് ഈ തിയേറ്ററിന്റെ ഒരു പടം കിട്ടുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇയാൾ ആ ജോലിക്ക് രജിസ്റ്റർ ചെയ്യുന്നത് അയാളോട് ചോദിക്കുക. ഇയാളുടെ പേര് കാൾ എന്ന് പറയുന്ന ഒരു ജർമ്മൻ വെള്ളക്കാരനാണ്. അയാൾ പെട്ടെന്ന് പറയുന്നത് എൻ്റെ പേര് നീഗ്രോ എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഈ തിയേറ്ററിന്റെ പടം കിട്ടുമ്പോൾ ആ തിയേറ്ററിന്റെ പടം എന്ന് പറയുന്ന ആ തിയേറ്റർ കാണാനുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ അറയുടെ പടമാണ്. അതായത് വാഷിങ്ടണും എബ്രഹാം ലിങ്കണും ഒക്കെ ഇരിക്കേണ്ട ഒരു അറയുടെ പടമാണ്. അപ്പോൾ ഇയാളൊരു തിയേറ്ററിൽ പോകുന്നു. ആ തിയേറ്റർ തന്നെ അസംബന്ധകരമായ ഒരു തിയേറ്ററാണ്. അതിലേക്ക് അയാൾ നീഗ്രോ എന്ന് പറഞ്ഞു പോകുന്നു. അതേസമയം അവിടെ കാണുന്നത് നീഗ്രോയുടെ വിമർശനത്തിന് വേണ്ടി പ്രസിഡന്റ്മാരിയ്ക്കുന്ന ഒരടപ്പ്. അപ്പോൾ അമേരിക്കയിലെ ഈ റേസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനകത്ത് ഒരു ഭയങ്കരമായ സ്റ്റേജിങ് ഉണ്ട്. അത് അടിച്ചമർത്തപ്പെട്ട വർഗത്തിന്റെ അല്ലെങ്കിൽ ഇരകളുടെ ഒരു ഇതല്ല, മറിച്ച് ഈ ഇരകളും മർദ്ദകരും ഒക്കെ കൂടെ ഉള്ള സ്റ്റേജിങ് ഈ സാധനത്തിൽ. ഇത് വേറൊരു ഡാനിഷ് സംവിധായകനുണ്ട്, ഫോൺട്രയർ എന്ന്. അയാൾ ഒരിക്കലും, കാരണം കാഫ്ക അമേരിക്കയെ പറ്റി നോവൽ എഴുതാൻ വേണ്ടി അമേരിക്കയിൽ പോയില്ല. ഇതേപോലെ തന്നെ ഫോൺട്രയറും അയാൾക്ക് പ്ലെയിനിൽ കയറാൻ പേടിയായതുകൊണ്ട് അമേരിക്കയിൽ പോകാതെ അമേരിക്കയെ പറ്റി ഇതുണ്ട്. അവിടെ നമ്മൾ കാണുന്ന അവസാനം ഈ റേഷ്യൽ ഒപ്രഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രകടനമുണ്ട്. ഈ പ്രകടനം അത്
അതുകൊണ്ട് തന്നെയാണ് കാഫ്കയുടെ കഥകൾ പലപ്പോഴും പാരബിൾസ് ആണ്. പാരബിൾസിനെ നമ്മൾ പലപ്പോഴും ഉപമ എന്നാണ് പറയാറുള്ളത്. പക്ഷെ പാരബിളിന്റെ ഗ്രീക്ക് അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ കൂടെ എറിയുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരെണ്ണം എറിയുക, അതിൻ്റെ കൂടെ വേറൊരെണ്ണം എറിയുക. അതായത് നമ്മൾ സാറിന് പറയുമല്ലോ, കുളിപ്പിച്ച് കുട്ടിയെ വലിച്ചെറിയരുതെന്ന്. ഡോണ്ട് ത്രോ ദ ബാത്ത് വാട്ടർ, ഡോണ്ട് ത്രോ ദ ബേബി ഒൺലി ദ ബാത്ത് വാട്ടർ. പക്ഷെ കാഫ്ക നമ്മൾ എപ്പോഴും അങ്ങനെയല്ല. കാഫ്ക കുട്ടിയാണ് ആദ്യം എറിയുന്നത്. എന്നിട്ട് ഈ കുളി വെള്ളത്തെ പറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ ഈ മലയാളത്തിൽ നമ്മൾ പറയും അന്യാപദേശ കഥകൾ എന്നാണ് പറയുന്നത്. അപദേശനം ചെയ്യുക എന്ന് പറയുന്നത് ശബ്ദധാരാവലിൽ പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വ്യാജം പറയുക എന്നുള്ളതാണ്. രണ്ട്, കുറ്റാരോപണം നടത്തുക എന്നാണ്. പണ്ട് നടിക്കുക എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് കാഫ്കയുടെ കഥകൾ നോക്കി എല്ലാം പാരബിൾസ് ആണ്. ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഇമോഷണലി വളരെ അകന്നു നിന്ന് ചെയ്യുന്ന കഥകളാണ്. അതൊരു കൂട്ടിൽപ്പെട്ട ഒരാളുടെ ഒരിതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു മിനിറ്റ് നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ സമകാലീന അവസ്ഥയെ പറ്റി പറഞ്ഞാൽ അത് നമുക്കറിയാം. നമ്മൾ ഫാസിസത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ ഫാസിസത്തെയാണ് നമ്മൾ പലപ്പോഴും കാഫ്കൈസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയം ഇപ്പോഴും നമ്മുടെ മുമ്പിൽ എപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത് എതിർപ്പിന്റെ രാഷ്ട്രീയമായിട്ടാണ്. നിങ്ങൾക്കറിയാം, യുംബർട്ടോ ഇക്കോയുടെ 14 ഐഡന്റിറ്റി എങ്ങനെയാണ് നമ്മൾ ഫാസിസത്തിനെ തിരിച്ചറിയേണ്ടതെന്നുള്ള 14 സാധനങ്ങൾ വെക്കുക, അതുപയോഗിച്ച്. പക്ഷെ ഫാസിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫാസിസ്റ്റാണ്. അരവിന്ദ് കെജ്രിവാളിന് മോഡി ഫാസിസ്റ്റാണ്, മോഡിക്ക് അരവിന്ദ് കെജ്രിവാൾ ഫാസിസ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും പിണറായി വിജയൻ ഫാസിസ്റ്റാണ്, ഇവർക്ക് എല്ലാവർക്കും ഇന്ദിരാഗാന്ധി ഫാസിസ്റ്റാണ്. അതുകൊണ്ട് നമുക്കിഷ്ടമില്ലാത്ത എല്ലാവരെയും വിളിക്കാനുള്ളൊരു സാധനമായിട്ട് ഫാസിസ്റ്റ് മാറുകയും ചെയ്യും. ഈ എതിർപ്പിന്റെ പോലെയുള്ള ഒരു രാഷ്ട്രീയ എതിരെയാണ് ആ സമയത്ത് ഈ കാഫ്ക അവിടെ കാണുന്നത്. രാഷ്ട്രീയത്തിൽ എതിർപ്പിൻ്റെതല്ലാത്ത ഒരു പോയിന്റ് ഉണ്ട് രാഷ്ട്രീയത്തിൽ. അപ്പൊ അതെന്തായിരിക്കും? അനുരഞ്ജനത്തിൻ്റെതാണോ? അല്ല, അനുരഞ്ജനത്തിൻ്റെ അല്ല. എൻ്റെ അഭിപ്രായത്തിൽ കാഫ്ക പറയുന്നത് എതിർപ്പിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ പിന്നെയുള്ള രാഷ്ട്രീയം വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. അത് വെറുക്കുക എന്ന് പറയുന്നത് എതിർപ്പിന്റെ ലോജിക്കിൽ വെറുപ്പിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രതികാരം എന്നുള്ളതാണ്. അത് ആക്ടിവിസമാണ്. ഒരാൾ നമുക്കിട്ട് അടിക്കുക, നമ്മൾ അതിനേക്കാൾ വലിയ ഇടിയായിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ കാഫ്ക പറയുന്നത് ഈ വെറുപ്പിൽ നിന്ന് മടുപ്പിലേക്ക് പോകുന്ന, വെറുപ്പിനെ ഉള്ളിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന ഒരു പൊളിറ്റിക്സ് വേണം. വെറുപ്പിനെ നിർവീര്യമാക്കുന്ന, അത് വെറുത്തുകൊണ്ട് മാത്രമേ അതിനെ നിർവീര്യമാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ വിഷ്ണു പുരാണത്തിലൊരു കഥയുണ്ട്. ജയവിജയന്മാരെ ബ്രഹ്മാവ് ശപിക്കും, ഭൂമിയിൽ പോയി മനുഷ്യരാവട്ടെ എന്ന്. അപ്പോൾ അവർക്കൊരു ശാപമോക്ഷം കൊടുക്കുന്നുണ്ട് വിഷ്ണു. നിങ്ങൾ വിഷ്ണുവിനെ ഭജിച്ചാൽ നിങ്ങൾക്ക് 9 ജന്മം കൊണ്ട് തിരിച്ചു വരാം. പക്ഷേ നിങ്ങൾ വിഷ്ണുവിനെ വെറുത്താൽ നിങ്ങൾക്ക് 3 ജന്മം കൊണ്ട് തിരിച്ചു വരാം. ഏത് വേണം? അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ വിഷ്ണുവിനെ വെറുത്തോളാവും. അപ്പൊ അങ്ങനെയാണ് ആദ്യം ഹിരണ്യശിപുവായിട്ട് ജനിക്കും. പക്ഷെ ഹിരണ്യശിപു അദ്ദേഹത്തിന്റെ പ്രഹ്ലാദൻ എന്നുള്ള പേര് കേട്ടാൽ മാത്രമേ വിഷ്ണുവിനെ വെറുക്കൂ. അതുകൊണ്ട് ആ വെറുപ്പ് പൂർണ്ണമല്ല. അടുത്ത തവണ രാവണനായിട്ട് ജനിക്കും. പക്ഷേ രാവണന്റെ വെറുപ്പ് സീതയോടുള്ള പ്രേമം കൊണ്ട് കലുഷിതമായിപ്പോയി. അവസാനം ശിശുപാലനായിട്ട് ജനിക്കും. ശിശുപാലൻ ഭാഷ പഠിക്കുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണനെ ചീത്ത പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ വെറുപ്പിന്റെ ഒരു ട്രാജക്ടറി അവിടെ നമ്മളിപ്പോഴും അറിയാം. നമുക്ക് ന്യൂനപക്ഷങ്ങളോട് വെറുപ്പുണ്ട്. പക്ഷെ വെറുപ്പിനെ പറ്റി സംസാരിക്കാനോ നമ്മുടെ വെറുപ്പിനെ അനുഭവിക്കാനോ അതിൽ നിന്ന് മാറി നിൽക്കാനോ ഉള്ള ഒരു രാഷ്ട്രീയം ഇന്ന് നമ്മുടെ മുമ്പിലില്ല. അപ്പൊ ഈ ഒരു വെറുപ്പിൻ്റെതായ ഒരു രാഷ്ട്രീയത്തിൽ വളരെ വെച്ച് താമസിപ്പിക്കുക, മെല്ലപ്പോക്ക്, സമയമായില്ല പോലും, ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയാണ് കാഫ്ക അംഗീകരിച്ചത്. അത് നമ്മുടെ എത്ര പ്രസക്തമാണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു പോസിബിലിറ്റി, അതായത് ഈ കാഫ്ക എപ്പോഴും ഈ റിപ്പോർട്ട് അക്കാഡമി എന്ന് പറയുന്ന ഈ കൊരങ്ങന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഞാൻ ആലോചിക്കുന്ന ഒരു എക്സിറ്റാണ്, പുറത്തേക്കുള്ള വഴിയാണ്. പക്ഷേ മനുഷ്യന്റെ പുറത്തേക്കുള്ള വഴി സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതല്ല. കാരണം കൂട് പൊട്ടിക്കുന്ന ഈ നമ്മൾ ഇതുപോലെ നിലനിൽക്കുന്ന അല്ലാതെ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ലോകം എന്ന് പറയാൻ സാധ്യമാണോ? സാധ്യമല്ല. അത് മനുഷ്യന്റെ കുരങ്ങത്വമാണ് അങ്ങനെ ആലോചിക്കുന്നത്. പക്ഷെ കാഫ്ക ആലോചിക്കുന്നത്, കാരണം നിങ്ങൾക്കറിയാമല്ലോ, കാഫ്ക ഒരു ഇൻഷുറൻസ് കമ്പനി വർക്ക് ചെയ്ത ആളാണ്. കാഫ്ക സാധ്യതകളെ പറ്റി ഒരുപാട് പേപ്പറുകൾ എഴുതിയിട്ടുള്ള ആളാണ്.
കാഫ്കയെ സംബന്ധിച്ചോളം അധികാരത്തിന്റെ ഏറ്റവും വലിയ രൂപം എന്ന് പറയുന്നത് അതിന്റെ ചാൻസ് ആണ്. എന്തും എപ്പോഴും സംഭവിക്കാം. ഞാൻ ഒരിക്കൽ കാഫ്കയുടെ വീട്ടിൽ പ്രാഗിൽ പോയ സമയത്ത് ഒരു കാഫ്ക വോക്കിന് വേണ്ടി പോയി. ഇപ്പൊ ഈ കൊണ്ടുപോയ ആള് കാഫ്കയുടെ വീടിന് മുമ്പിലുള്ള ഒരു വിളക്ക് മരത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ഇവിടെയാണ് കാഫ്കയും അച്ഛനും തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ കാഫ്കയും അച്ഛനും തമ്മിൽ ഇത്ര പ്രശ്നമുള്ള സ്ഥിതിക്ക് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു വിളക്ക് മരത്തിന്റെ താഴെ നിന്ന് അവർ അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒന്ന് എവിടെയും എന്തും സംഭവിക്കാവുന്നുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗം എങ്ങനെയിരിക്കും? നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, ഒരു നിയമവും അനുസരിക്കാത്ത എന്തും സംഭവിക്കാവുന്ന ഒരു രോഗം. നമ്മൾ ഉടനെ ആലോചിക്കുന്ന ഇതിൽ നിന്ന് വേറെ ഒരു രോഗമാണ്. എന്ത് സംഭവിക്കാവുന്ന ഒരു ലോകം വാസ്തവത്തിൽ നമ്മുടേതുപോലെ തന്നെ ഇരിക്കുന്നതായിരിക്കും. കാരണം അതൊരു സാധ്യതയാണല്ലോ. ഒന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഒരു സാധ്യത തന്നെയാണ്. ഈ സാധ്യതയാണ് ഏറ്റവും ഫ്രൈറ്റനിങ് ആയിട്ടുള്ള സാധ്യത. അതിനെയാണ് കാഫ്ക, അതിൻ്റെ രാഷ്ട്രീയമാണ് കാഫ്ക അന്വേഷിക്കാൻ ശ്രമിച്ചത്.